ചാലിയാർ പുഴയിൽ മൂന്നാം ദിവസവും തിരച്ചിൽ തുടങ്ങി. 53 മൃതദേഹങ്ങളും 81 ശരീരഭാഗങ്ങളുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന തിരച്ചിലിൽ ചാലിയാർ പുഴയുടെ പരപ്പൻപാറ മുതൽ ഓടായിക്കൽ വരെ നടത്തിയ തിരച്ചിലിൽ കണ്ടെടുത്തത്. ചാലിയാർ പുഴയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കേരള അതിർത്തിക്കപ്പുറം പരപ്പൻപാറ വരെ ഇന്നലെ ERFും വനപാലകരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി. പോത്തുകൽ പഞ്ചായത്തിലെ മുക്കം കടവ് മുതൽ പരപ്പൻപാറ വരെ ഏകദേശം 15 കിലോമീറ്റർ ഭാഗത്താണ് അതിസാഹസികമായി ERF ടീമും വനപാലകരും തിരച്ചിൽ നടത്തിയത്. 10 ശരീരഭാഗങ്ങളും ഒരു മൃതദേഹവും ഈ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. ചാലിയാറിന്റെ മറുകരയിൽ നിന്നായതിനാൽ 15 കിലോമീറ്റർ ചുമന്നാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. മുക്കം കടവ് മുതൽ മമ്പാട് പഞ്ചായത്തിലെ ഓടായിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പോലീസ്, അഗ്നിരക്ഷാസേന, സന്നദ്ധ സംഘടനകൾ എന്നിവർ തെരച്ചിലിന് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചതെങ്കിൽ ബുധനാഴ്ച 56 ശരീരഭാഗങ്ങളും 21 മൃതദേഹങ്ങളും ലഭിച്ചു. ഇതുവരെ 53 മൃതദേഹങ്ങളും 81 ശരീരഭാഗങ്ങളും കണ്ടെടുത്ത സാഹചര്യത്തിൽ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുമെന്നാണ് കരുതുന്നത്. ചാലിയാർ പുഴയുടെ വാഴക്കാട് ഭാഗത്ത് നിന്ന് ഒരു 10 വയസ്സുകാരിയുടെ മൃതദേഹവും ലഭിച്ചിട്ടുണ്ട്. ERFും വനം വകുപ്പും ഇന്ന് പരപ്പൻപാറ മുതൽ മുകൾ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തും. പോലീസ്, അഗ്നിരക്ഷാസേന, സന്നദ്ധ സംഘടനകൾ മുക്കം കടവ് മുതൽ എടവണ്ണ വരെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിലും നിരീക്ഷണവും നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളും ഇന്ന് തുടരും. A+ വിഷൻ ന്യൂസ്, നിലമ്പൂർ.